ഹലോ. 2 ദിവസമായിട്ടേ മനസ്സിലിങ്ങനെ കിടന്ന് നീറിപ്പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നു. നല്ല മഴയാട്ടോ ഇവിടെ കാലത്ത് തന്നെ. വേറൊന്നല്ല, നമ്മളെല്ലാവരും അറിഞ്ഞു കാണും 1.5 വയസ്സുള്ള അർഷാദ് എന്ന് പറഞ്ഞ കുട്ടിയുടെ കാര്യമല്ലേ. ഇങ്ങനെയൊക്കെ മനുഷ്യ മൃഗങ്ങള്, അങ്ങനെ തന്നെ പറയട്ടെ, മനുഷ്യ മൃഗങ്ങള് ഇന്ന് കാലത്തും ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിപ്പോ ഒറ്റപ്പെട്ട സംഭവം എന്നല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പാറമടയിൽ ഒരു കുട്ടീനെ ഇതുപോലെ എറിഞ്ഞു കൊന്നു. ഒരു കുട്ടീനെ അതിപ്പോ അടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ജനലിൽ വലിച്ചെറിഞ്ഞു. കുട്ടികളൊന്നും നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ, പച്ചമലയാളത്തിൽ എന്ന് പറയട്ടെ, എന്തിനാണ് ഉണ്ടാക്കാൻ പോണത്? മക്കളില്ലാത്ത എത്രയോ അച്ഛനമ്മമാരുണ്ട്. മക്കളില്ലാതെ ആറ്റ് നോറ്റിരിക്കുന്നവര്, ഉരുളി കമഴ്ത്തുന്നവര്, അമ്പലങ്ങൾ തോറും ദൈവത്തിനെ പ്രാർത്ഥിച്ച് നടക്കുന്നവര്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തൂടെ? എന്തിനു പറയണേ? ഇതല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാര് ഈ കുട്ടീനെ ചോദിച്ചിട്ട് വന്നത്, എന്നിട്ട് പോലും കൊടുക്കാതെ ഇത്രയ്ക്കൊക്കെ ഉപദ്രവിച്ച് അതിനെ പീഡിപ്പിച്ച് ശരീരമാസകലം പൊള്ളിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി എന്ത് തെറ്റാണ് ആ കുട്ടി നമ്മൾ ചെയ്തത്? ഒന്ന് കരയാൻ പോലുമുള്ള ശക്തി ഇല്ലാത്ത വിധത്തില് ആ കുട്ടിയുടെ സൗണ്ട് പോലും ഒരു പക്ഷെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. ഈ ഒരു വീഡിയോ കണ്ടോ കൂട്ടാ? ആ കുട്ടിയുടെ മുഖം കാണുമ്പോ തന്നെ നമുക്കറിയാം ആ കുട്ടിയുടെ ദൈന്യത. ആ കുട്ടി ഇങ്ങനെ കൈ അനക്കുന്നുണ്ട്, 2 കൈയിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടും കൈ അനക്കുന്നുണ്ട്. എന്നെ ഒരു പക്ഷെ ഇവരുടെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് ചിലപ്പോ കേഴുന്നതായിരിക്കാം. അങ്ങോട്ട് ചാടാൻ ശ്രമിക്കുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ആ കുട്ടിയെ എടുത്തിരിക്കുന്ന അമ്മ എന്ന് പറയാൻ പറ്റില്ല, ആ സ്ത്രീ, ആളുടെ മുഖം ഞാൻ ആദ്യം കണ്ടപ്പോ ഒരു നിഷ്കളങ്കതയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീടാണ് മനസ്സിലായത് സ്വഭാവം ഇതാണ്, പല്ലടിച്ച് പൊഴിക്കേണ്ട സ്വഭാവമാണ്. അമ്മമാർക്ക് എങ്ങനെയാണ് ഇതുപോലെ പൂതനകളാവാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവണില്ല. പൂതനാനും പറയാൻ പറ്റില്ല, കാരണം പൂതനയ്ക്ക് പോലും നമ്മുടെ ഉണ്ണിക്കണ്ണന് പാല് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അമ്മ എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കൃഷ്ണനോടൊരു വാത്സല്യം തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഒരു വാത്സല്യവും ഇല്ലാത്ത, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇതൊരു പബ്ലിക് വീഡിയോ ആയതുകൊണ്ട് മാത്രം ഞാൻ ആ വാക്കുകൾ പ്രയോഗിക്കാതിരിക്കാം. ശരീരത്തില് 51 മുറിവുകൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ 51 അല്ല, ഇപ്പൊ വരുന്ന ന്യൂസുകൾ പ്രകാരം 91 മേലെ മുറിവുകള്, വാരിയലില് 7 പൊട്ടല്. വാരിയലിലൊക്കെ പൊട്ടലുണ്ടാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആ കുട്ടീനെ ചവിട്ടി കൂട്ടിയിട്ടുണ്ടാവും അയാള്. ആ കൈ പ്ലാസ്റ്റർ ഇട്ടിക്കുന്നത് സൈക്കിളിൽ നിന്ന് വീട്ടാന്ന് പറഞ്ഞത്, തല്ലുപിടിച്ചതായിരിക്കും. അല്ലാതെ സൈക്കിളിൽ നിന്ന് വീണ് കഴിഞ്ഞ് ഇതുപോലെ 2 കൈ ഓടിക്കും. ആ കുട്ടിയുടെ അമ്മ വീട്ടുകാര് പറയുന്നത് ഇതൊക്കെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിർത്തിയാനേന്നൊക്കെ. ഇത്രയും മുറിവുകളും ഇത്രയും പൊള്ളലുകളും ഒക്കെ ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ. ഇത്രയും പീഡനങ്ങളൊക്കെ ആ കുട്ടി അനുഭവിച്ചത് അമ്മയുടെ അറിവോട് കൂടി തന്നെയാണ്. 100% നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൊല്ലാനായിട്ട് 3 മാസം മുൻപേ തീരുമാനിച്ച് അന്ന് തൊട്ടേ കുട്ടീനെ ഉപദ്രവിക്കാന്നാണ് പറയുന്നത്. ജനനേന്ദ്രിയത്തില് വരെ ലൈറ്റർ വെച്ച് പൊള്ളിച്ചിട്ട് തൊലി അടർന്ന നിലയിലാണ്. അവനൊക്കെ ഇതുപോലെ തന്നെ ചെയ്യണം പച്ചയ്ക്ക്. ജയിലിൽ നിന്ന് പുറം ലോകം കാണാനായിട്ട് പാടില്ല. അവനെ മാത്രല്ല, ആ സ്ത്രീയെ, ആ പേരക്കുട്ടീനെ ഒരിക്കൽ പോലും ജീവനോടെ കാണാൻ പറ്റാതെ പോയ മുത്തശ്ശിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയിരിക്കുക. ആ കുട്ടിയുടെ അച്ഛൻ സൂസൈഡ് ചെയ്യാനെന്ന് പറഞ്ഞു. അതിനും കാരണം ഈ സ്ത്രീയാണെന്നാണ് ഇപ്പൊ ന്യൂസുകൾ വരുന്നത്. പല പ്രാവശ്യം കുട്ടിയെ ചോദിച്ചിട്ടും കൊടുത്തില്ല. അവസാനം തരാമെന്ന് സമ്മതിച്ചതിന് കുറച്ച് ദിവസം മുമ്പാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഈ ജംഗ്ഷനിൽ നിന്ന് ഞാനും പിന്നാലെ പോയതാണ്. ഈ കുട്ടിയുടെ കാലിലെ മുറിവ് വേണ്ടി ഇവനോട് ഞാൻ ആദ്യമായിട്ട് ചോദിക്കുകയാണ്, കുട്ടിയുടെ കാലിലെ മുറിവ് എന്താ? സിഗരറ്റ് കുറ്റി വെച്ച് കുത്തിയതുപോലുള്ള പാടായിരുന്നു. ഏകദേശം 6ഓളം പാടി ഈ കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ചൂടുവെള്ളം വീണത് എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അവൻ കരഞ്ഞ് അഭിനയിച്ച് അതിനുശേഷം ഇവിടുത്തെ മറിയം ഹോസ്പിറ്റലിലെ ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് റെഫർ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറ്റാനുള്ള തന്ത്രപ്പാടാണ് അവൻ ചെയ്തത്. അതായത് ഈ കൂടെ നിൽക്കുന്ന ഈ നാട്ടുകാരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. കുട്ടിക്ക് ചോറ് കൊടുത്തപ്പോൾ ഈ കുട്ടി വൊമിറ്റ് ചെയ്ത് ഛർദ്ദിച്ചു മരണപ്പെട്ടു എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ ഇവന്റെ അളിയൻ അൻസൽ എന്ന് പറയുന്ന ഇവന്റെ അളിയൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്. കയറി വരുമ്പോൾ ഈ കുട്ടി കണ്ണ് 2 അടച്ച് തല കുമ്പിട്ട് കിടക്കുന്ന കുട്ടിക്ക് അവൻ ചോറ് വാരി കൊടുക്കുകയാണ്. അതായത് അവൻ കുട്ടിയെ മുൻപേ കൊന്നിട്ട് ചോറ് കൊടുത്തപ്പോൾ മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ഇവന്റെ അളിയനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവൻ ചോറ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മരിച്ച കുട്ടിക്കാണ് അവൻ ചോറ് വാരി കൊടുത്തത്. അയാളെ രണ്ടാനച്ഛൻ എന്ന് വിശേഷിപ്പിക്കുന്നു.
അച്ഛനെന്നൊരു വാക്ക് അയാളുടെ പേരിനൊപ്പം ചേർത്ത് വായിക്കുന്നത് തന്നെ എല്ലാ അച്ഛന്മാർക്കും നാണക്കേടാണ്. അയാളെ ആ കുട്ടിയുടെ അമ്മയുടെ കാമുകൻ എന്ന് മാത്രം തന്നെ വിശേഷിപ്പിക്കാൻ പാടുള്ളൂ. എത്രയോ രണ്ടാനച്ഛന്മാരുണ്ട് മക്കളെ എത്ര നന്നായിട്ട് നോക്കുന്നവര്. ഞാൻ ആലോചിക്കായിരുന്നു, ആ ജീവനുള്ള സമയങ്ങളിൽ ഒരു വാക്ക് പോലും പുറത്തേക്ക് പറയാൻ പറ്റാതെ ആ കുട്ടി അനുഭവിച്ച നരകയാതനകൾ എന്തുമാത്രമായിരിക്കില്ലേ. നിസ്സഹായത, അതായത് ഒന്നും നമുക്കൊക്കെ പറഞ്ഞാൽ പറയാം, എനിക്ക് അങ്ങനെ ഉണ്ടായി എനിക്ക് ഉണ്ടായി, ഇതൊന്നും പറയാൻ പറ്റണില്ല. വേദന എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു പ്രായം. മേലൊക്കെ സിഗരറ്റ് വെച്ച് പൊള്ളിക്കുക. ഈ ക്രൂരതയ്ക്കൊക്കെ കാലം തന്നെ മറുപടി കൊടുക്കട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അതാണ് വേണ്ടത്. വിടരും മുമ്പേ കൊഴിഞ്ഞുപോയ ആ കുഞ്ഞു പൈതലിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്കെന്താ പറ്റാതെ.